അയ്യോ കാറല്ലേ കാറല്ലേന്ന് നിന്റെ കണ്ണിക്കുരുവാണോ ഇത്? കാറല്ലയോ പിന്നെ ഇതെന്തോ സൈക്കിളാണോ ഇത്? അതല്ല ഞാൻ പറഞ്ഞത്. വെറുതെ കിടന്ന് കാറല്ലെന്ന് ഞാൻ പറഞ്ഞത്. വെറുതെ കിടന്ന കാറോ? എന്റെ വീട്ടിന്റെ ഷെഡിൽ കിടന്ന കാറ് നീയല്ലടാ വണ്ടി ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ഈ വാഴത്തോട്ടത്തിനകത്ത് കൊണ്ട് കയറ്റിയത്. എന്നിട്ട് പറയാ വെറുതെ കിടന്ന കാറാണെന്ന്. ഓടിച്ചോണ്ട് വന്ന കാറില്ലടാ ഇത്. അത് ഈ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് വന്നപ്പോഴത്തേക്കും തെറ്റിപ്പോയതല്ലേ? ഒറ്റ അടിയാൻ വെച്ചേരും. നീ ആ ഗൂഗിൾ അമ്മയുടെ സൗണ്ട് കേട്ടാലേ നീ ഓടിക്കത്തുള്ളൂ. ഞാൻ 100 തവണ വഴി പറഞ്ഞ അന്നല്ലേ? നിനക്കത് പറ്റത്തില്ല. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചെന്ന്. എടാ അവരുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവര് പറയുന്നത് കേട്ടാൽ വഴി തെറ്റും. അതുകൊണ്ടാണ് അതിന് മാപ്പെന്ന് അതിന്റെ അടിയിൽ എഴുതിയിട്ടേക്കുന്നത്. മനസ്സിലായോ? വഴക്ക് പറയരുത്. ഒന്ന് തള്ളാൻ പറ. മാമ തള്ളു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഓടിച്ചിരുന്ന കാറാണിത്. മൈലേജിന്റെ കാര്യത്തിൽ പുലിയാണ്. ബെൻസിനേക്കാൾ യാത്രാസുഖം. ഒന്നും പറയാനില്ല, മോഹവില. അന്നത്തെ വില 7 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എടുത്തതാണിത്. അമ്മാവനെന്തേ പറയുന്നേ? നീയല്ലേ പറഞ്ഞ കാറിനെ കുറിച്ചൊന്ന് തള്ളാൻ? അയ്യോ കൈ വെക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞേ. ആഹാ, അപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇത് ആഗ്രഹിച്ച കേസാണ്. നിന്നെ തല്ലുന്നത് എന്തിനാണ്? ഈ വാഴത്തോട്ടത്തിൽ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് നിന്നെ തല്ലണ്ടേ? പിന്നെ കാറാകുമ്പോ തട്ടിയൊന്നും മുട്ടിനൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കാണുന്നത് മനസ്സിന് വേറെ ആയതുകൊണ്ടാ. ഓഹോ, കൺവീനിയൻസിംഗ് സ്റ്റാർ കളിക്കുകയാണല്ലേ? കാറും കൊണ്ടിടിച്ചിട്ട് നീ കൺവിൻസിംഗ് സ്റ്റാർ കളിക്കുകയാണല്ലേ? ഇതെന്നെ എന്റെ പറമ്പില് കാറ് കൊണ്ടിട്ടേക്കുന്നു. ഇതെന്ത് വാഴയും എന്ത്? എന്റെ പറമ്പല്ലേ ഇത്? നിങ്ങളൊക്കെ ആരാ? ഇത് എന്റെ പറമ്പാണോ ഇത്? എനിക്ക് എന്നെ അങ്ങോട്ട് കിടന്ന്. അയ്യോ, ഇത് ചേട്ടന്റെ പറമ്പായിരുന്നു. എന്റെ പറമ്പാണ്. രാവിലെ എന്റെ പറമ്പ് ഞാൻ കിളച്ചോണ്ടിരിക്കുകയായിരുന്നു. ജോലിയുടെ ആത്മാത്ര കൊണ്ട് കിളച്ച് ഇവിടെ വന്നാൽ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചാണ്. അല്ല, ഞാനൊരു കർഷകനാണ്. ആണ്. എനിക്കറിയാൻ മേല അങ്ങോട്ട് ചോദിക്കുക. ഇത് എന്റെ സ്ഥലമാണ്. 1.5 ഏക്കർ പാടത്ത് വെച്ചേക്കുന്ന വാഴകൃഷിയാണ് ഇത്. നിങ്ങളൊക്കെ ആരാണ്? കൃഷി ഓഫീസർ. കൃഷി തൈ വേണോ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. കൃഷി ഓഫീസറാണ്. വാഴത്തൈ, നല്ല ഇനം വാഴത്തൈ കൃഷി ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് ഇവര് പറയുന്നത് കേട്ടു. ഞാൻ ഇന്നലെ അവിടെ വന്നായിരുന്നു. വാഴയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, ഇന്ന് ചെന്നാ മതി, വാഴ കിട്ടും. വാഴ കിട്ടും. ഇന്ന് ചെന്നാ മതി. എന്നാ ഞങ്ങള് പോട്ടെ. എന്റെ പറമ്പിൽ എങ്ങനെയാണോ ഈ കാറ് വന്ന് കേറിയത്? ഒരു ഗൂഗിൾ സ്റ്റോറി വഴി പറ്റിയതാണ്, മാപ്പാക്കണം. അതുപോലെ ഗൂഗിൾ മാപ്പ് വഴി പറ്റിയതാണ്, മാപ്പാക്കണം. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് വന്നപ്പോ തെറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയതാണ്. എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ പറയട്ടെ. ഇത് എന്തിനാണ് കിടന്ന് ദേഷ്യപ്പെടുന്നത്? ഒരു വിഷയത്തിന് നമുക്കൊരു പരിഹാരമില്ലേ? ശാന്തനാകൂ. അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ചേട്ടന് കായംകുളത്താണോ വീട്? അല്ല, എന്റെ വീട് പാലായില്. പാലായി ഞങ്ങൾ പിരിഞ്ഞു വന്ന. പാലയിൽ നിന്ന് പിരിഞ്ഞു വരാൻ തൈരാണോ? ഈ കാർ എങ്ങനെയാണോ എന്റെ പറമ്പിൽ കയറി? എന്റെ വാഴ എത്ര ലക്ഷം രൂപയുടെ വാഴയാണോ നിങ്ങൾ ഇടിച്ചു നശിപ്പിച്ചിട്ട്? ലക്ഷോ? എനിക്ക് കഷ്ടപരിഹാരം തരണം. കഷ്ടപരിഹാരോ? കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാഴയാണ്. അതിന്റെ കഷ്ടപരിഹാരം നിങ്ങൾ ഇവിടുന്ന് തന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. വിരലെന്താ പറ്റിയ? വിരലെന്ത് പറ്റിയതാ? അത് ഇന്നലെ മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയത്. മാങ്ങ ഉന്നം പിടിച്ചിങ്ങനെ മാങ്ങ എറിയല്ലേ? ഞാനിങ്ങനെ ഉന്നം പിടിച്ച മാങ്ങയ്ക്ക് ഒറ്റയേറ് ഈ വിരല് താത്താൻ മറന്നുപോയി. അസ്ഥി പൊട്ടിപ്പോയി. എന്റെ പറമ്പിൽ എങ്ങനെ ഈ കാറ് വന്ന് കയറി? ഒന്നും ചെയ്യരുത്. എനിക്ക് കഷ്ടപരിഹാരം തരണം. ഒരു കാര്യം ചെയ്യാം, ഒരു 200 അങ്ങ് തരാം. 200 രൂപ? 200 രൂപ അങ്ങ് തരാം. 200 നടക്കേല. 25,000 രൂപ തരണം. 25,000? അതിന് എന്തോ മാത്രം. ഇത് കണ്ടോ, ഇത് തന്തവാഴ. ഇതിന്റെ കൈ ഒടിഞ്ഞു പോയി. ഇതെങ്ങനെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് കുഞ്ഞ് നോക്കണേ, ഒടിഞ്ഞു കിടക്കുന്ന കണ്ടോ. ഇത് അമ്മയാണ് പെടന്ന് കിടക്കുവാണ്. ഇത് 1, 2, 3, 4, 5 കുഞ്ഞുങ്ങൾ, ഒരു ഫാമിലിയിലാണ് നിങ്ങൾ നശിപ്പിച്ചേ. 25,000 പറ്റത്തില്ല, ഒരു 30,000 രൂപ എനിക്ക് തരേണ്ടി വരും. ഇത് പഴുത്തായിരുന്നു ചേട്ടാ. പഴുത്ത നിന്റെ അണ്ണാക്കി ഞാൻ മര്യാദയ്ക്ക് തീരുമാനം ഉണ്ടാക്കും. ഈ 3 വാഴ പോയതിന് 30,000 രൂപ. നിങ്ങൾ എവിടുത്തെ കണക്കാണോ ഈ പറയുന്നത്? ആ കണക്കല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയേ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു 5 വർഷത്തേന് ഞാൻ വളർത്തി വലുതാക്കി ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഏത് കാര്യത്തിനും ഒരു സമാധാനമില്ലയോ? എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു ന്യായമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. 30,000 രൂപ 3 കൊല വെട്ടിയാണ്. എവിടെയോ 30,000 രൂപ 3 കൊലയ്ക്ക്? ഇത് ഏത് വാഴയാ ഇത്? ഇത് മലവാഴയാ. മല? ആ,
മരവാഴ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഇല്ല. താണ്ടതിക്കുന്നു നിന്റെ പണത്താവ്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, 30,000 തരത്തില്ല. 25,000. ഏത് കേസിലും തർക്കം വേണ്ട 30,000 തരത്തില്ല. തർക്കം വേണ്ട താങ്കളുടെ കേസോട്. തർക്കം വേണ്ട ഞാൻ പോലീസ് വിളിച്ചിട്ടുണ്ട്. പോലീസ് ആ പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. പോലീസ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടോളൂ. എന്റെ പറമ്പിൽ എങ്ങനെ കാറ് വന്നു, എന്റെ ഈ വാഴയൊക്കെ എങ്ങനെ പോയി എന്ന് എനിക്കറിയണം. പോലീസ് വരട്ടെ, ബാക്കിയുള്ള കാര്യം പോലീസ് തീരുമാനം. പോലീസ് വരട്ടെ. അല്ല, നീ പോലീസിനെ വിളിച്ചോ? ഞാൻ പോലീസിനെ വിളിച്ചു. ശരിക്കും വിളിച്ചു. അത് എവിടാന്നും പറഞ്ഞ് നീ പോലീസിനെ വിളിച്ചു വരുത്തുന്നത്? ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് പോലീസ് ഇങ്ങ് വരും. ലൊക്കേഷൻ അയച്ചു കൊടുത്തു? ഗൂഗിൾ മാപ്പ് വഴി? ഗൂഗിൾ മാപ്പ് ഒരു ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ ഇട്ടതിന്റെയാണ് ഞാൻ 25,000 രൂപ ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കാനിരിക്കുന്നത്. ഇനി ആ പോലീസുകാർ എവിടെ ചെന്ന് കയറും? പാപി, നിന്നെ ഞാൻ കൊല്ലും. അതെ, അതെ, എന്റെ കൊലയുടെ കാര്യം നടക്കുവോ? തന്റെ കൊലയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് ഇവന്റെ കൊലപാതകം ഞാൻ നടത്തും. കൊല്ലരുത്. കൊല്ലും ഞാൻ. 25,000 നഷ്ടപ്പെടും. 25,000. Turn right, turn right, turn right, turn right. കള്ളക്കളവി.